ഇമാം ഷാഫിഈ നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമല്ലേ. ഈ വിഷയത്തിൽ ഇമാം ഷാഫിഈ തങ്ങളുടെ നിലപാട് മനോഹരമായ കവിതയാണ്. തഅമ്മദിനി ബിനുസ്ഹിക ഫിൻഫിറാദി. നമ്മളൊക്കെ ഷാഫിഈ മദ്ഹബുകാരാ. ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞ ഈ നിലപാടെങ്കിലും നമ്മൾ ഇതിൽ അറിയണം. തഅമ്മദിനി ബിനുസ്ഹിക ഫിൻഫിറാദി وجنبني النصيحة في الجماعة فإن النصح بين الناس نوع من التوبيخ لا أرضى استماعا فإن خالفتني وعصيت أمري فلا تجزع إذا لم تعت طاعا. ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി സാരോപദേശത്തിൻ്റെ ഗുണദോഷത്തിൻ്റെ ചില ഫോർമുല പഠിപ്പിക്കുകയാണ്. തഅമ്മദിനി ബിനുസ്ഹിക ഫിൻഫിറാദി. എൻ്റെ തെറ്റുകൾ നീ എനിക്ക് ഒറ്റക്ക് പറഞ്ഞുതാ. ഒറ്റക്ക് പറഞ്ഞു കൊടുത്തു. അയാൾ തെറ്റ് തിരുത്തുന്നില്ല. അയാൾ പരസ്യമായി ചെയ്ത തെറ്റാണ്. ശ്രദ്ധിക്കണേ, ഒരാൾ പരസ്യമായി ചെയ്ത തെറ്റ് അയാളെ രഹസ്യമായി സമീപിച്ചിട്ട് അയാൾ തിരുത്തുന്നില്ലെങ്കിൽ ആ തിരുത്ത് പരസ്യമായി കൊടുക്കേണ്ടി വരും. കാരണം ജനങ്ങൾ തെറ്റിദ്ധാരണയിൽ വീഴാതിരിക്കാൻ വേണ്ടി. നേരെ മറിച്ച് ഒറ്റയ്ക്ക് സ്വകാര്യമായി സമീപിക്കുകയോ സ്വകാര്യമായി തെറ്റ് തിരുത്താൻ അവസരം കൊടുക്കുകയോ ചെയ്യാതെ ഒരു മനുഷ്യനെ പരസ്യമായി എന്ത് ചെയ്യരുത്, നാണം കെടുത്തുക പാടുള്ളതല്ല. ഇമാം ഷാഫിഈ തങ്ങൾ പറയാ, ഫഇന്നൻ നുസ്ഹ ബൈനന്നാസി നൗഉൻ മിനത്തൗബീഖി ലാ അർള ഇസ്തിമാഅ. ജനങ്ങളുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് പബ്ലിക്കായിട്ട് പത്രക്കാരെ വിളിച്ചു കൊണ്ടുവന്ന് ചാനലുകാരൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഫേസ്ബുക്ക് ലൈവ് ചെയ്തിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇങ്ങനെയൊക്കെ ജനങ്ങളിലേക്ക് പബ്ലിക്കായി നിങ്ങൾ സാരോപദേശവുമായി എന്നെ നന്നാക്കാൻ വേണ്ടി വരികയാണെങ്കിൽ അത് നാണം കെടുത്തലാണ്, നസീഹത്തല്ല. അത് കേൾക്കുന്നത് എനിക്ക് ഇഷ്ടവുമല്ല. അങ്ങനെ നിങ്ങളെന്നെ ഉപദേശിച്ചാൽ ഞാനത് കേട്ടില്ല എന്ന് വന്നാൽ എന്നെ ആക്ഷേപിക്കരുതേ എന്ന് പറഞ്ഞത് ആരാന്നറിയോ? നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ രീതിയിലായിരിക്കണം നമ്മുടെ സമീപനം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.